അമ്മയുടെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു 2024? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷം ഈ 2024. അച്ഛൻ മരിച്ച ഇതായി, പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ വർഷമാണ് ഈ 2024. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പ്രവീൺ പ്രണവ്. അപ്പൊ ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു കോമഡിയും അതേപോലെ തന്നെ ഇപ്പൊ ആൾക്കാരെല്ലാം പറ്റിച്ച ഒരു ഫാമിലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയം കേട്ടോ. കാര്യം ഇപ്പൊ നമ്മളെ എല്ലാവരും ഈ ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താണ്, ഇത്രയും സന്തുഷ്ടമായിട്ടുള്ള കുടുംബം വേറെ ഇല്ല എന്നുള്ള രീതിക്കാണ് ഇവരൊക്കെ നമ്മൾ ഓരോന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫൊക്കെ എന്താണ് ഇങ്ങനെ, ഇവരുടെ ലൈഫൊക്കെ കണ്ട ഇതൊക്കെയാണ് ലൈഫ്, ഇങ്ങനെയൊക്കെ വേണം ജീവിക്കാൻ. വീട്ടുകാരൊക്കെ ഓണവില്ലിൻ തമ്പുരു മീട്ടും എന്നുള്ള ഒരു വൈബിനകത്താണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം കാണുമ്പോഴത്തേക്കും ആർക്കായാലും അവരോടൊരു ഇതൊക്കെ തോന്നും. അതായത് നമ്മുടെ ലൈഫ് ഒന്നുമില്ല, അവരുടെ ലൈഫിലെല്ലാം ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കും ആർക്കായാലും ഒരു സംഭവമൊക്കെ തോന്നും. അപ്പൊ ആ ഒരു സാധനം എല്ലാവരെ കൊണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് വെട്ട ഒരു ഫാമിലി ആയിട്ടാണ് എനിക്ക് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ് ഇവരുടെ ഫാമിലിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇന്ന ഇവരുടെ ഈ ഒരു കള്ളങ്ങളെല്ലാം പൊളിയുന്നൊരു അവസ്ഥയുണ്ടായി. കാര്യം ഈ അടുത്ത് നമ്മൾ കണ്ടല്ല, പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞൊരു വിവാദം തന്നെ ഈ 2024 അത്രയും വലിയൊരു വിവാദവും കാര്യങ്ങളൊന്നും വേറെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് അച്ഛൻ മോനെ തല്ലുന്നു, അതേപോലെ അനിയൻ ചേട്ടനെ തല്ലുന്നു, തിരിച്ചു തല്ലുന്നു, കരയുന്നു, ഗർഭിണിയെ തല്ലുന്നു, എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത്. അതൊരു പൂരപ്പറമ്പ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വ്ളോഗുകളായിട്ട് ഇപ്പാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതായത് പ്രവീൺ കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലും ഉണ്ട്, അതേപോലെ തന്നെ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ചാനലും ഉണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് ചാനലുകളും ഇപ്പൊ രണ്ടായിട്ട് ഇരിക്കുമ്പോ പക്ഷെ ഇവർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലാഭം എന്ന് പറയുന്നത് അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഫാമിലിക്ക് തന്നെയാണ് ലാഭം ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രവീൺ പ്രണവിനാണെങ്കിലും അതുവഴി നല്ല റീച്ച് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുള്ള പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനലിനും ഇപ്പൊ നല്ല റീച്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കാണുന്നവരൊക്കെ മണ്ടന്മാരും അതേപോലെ ഈ വീഡിയോ ഇടുന്ന ഇവർക്കാണ് അതിനകത്തുനിന്ന് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ക ഒരു സ്കാം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ കംപ്ലീറ്റും എന്ന് പറയുമ്പോഴും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിപ്പോ ഉറപ്പാണ്. അല്ലെങ്കിൽ ഇപ്പൊ തല്ലേം അങ്ങനത്തെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചല്ലേ. അപ്പൊ അതിനകത്തൊക്കെ എത്രത്തോളം ഉടായ്പാണ്, എത്രത്തോളം ശരിയുണ്ട്, അതൊന്നും നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിനകത്താണ് ഇരിക്കുന്നത്. കാര്യം ഇനി ചിലപ്പോൾ ഒരു ഘട്ടത്തിനകത്ത് ഇവരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചൊരു വീഡിയോ ഇട്ടിടുമ്പോഴത്തേക്കും അതും നമ്മളെല്ലാം തന്നെ കാണണം. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഈ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഇവർ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാലത്ത് നമ്മളെല്ലാരും മരിച്ചു പോകും. നമ്മൾ ആരും 100 വർഷമൊന്നും ജീവിച്ചിരിക്കത്തില്ല. അതുവരെ നമ്മൾ ഉണ്ടാക്കിയ പൈസ പണം ഒന്നും ആരും നോക്കത്തില്ല. പക്ഷെ പൈസ പണവും വേണം, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് വേണം. നമ്മുടെ ജീവിതം പൈസക്ക് വേണ്ടിട്ട് മാറ്റി വെക്കില്ലേ, നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മുടെ ലൈഫും കൂടെ എൻജോയ് ചെയ്യണം. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ എത്ര പൈസ കൊടുത്താലും എനിക്ക് ഈ വർഷത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, പുള്ളി പറയുന്നതെല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആലോചിക്കണം, ഈ പുള്ളിയാണ് ഈ പറഞ്ഞ ചേട്ടനെ തല്ലി എന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ട് പറഞ്ഞത്. അപ്പൊ ആ ഒരു പറഞ്ഞതൊക്കെ ഒരു കണക്കിന് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അപ്പൊ എന്തിനും ഇവര് വീഡിയോ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പൊ അവിടെ നിന്ന് കള്ളമാണ് പറഞ്ഞതെങ്കിൽ ആ സമയത്ത് ഈ പുള്ളി വന്നേനല്ല, ഈ പ്രണവ് എന്ന് പറഞ്ഞ കൊച്ചു എന്ന് പറയുന്ന ഈ പുള്ളി വന്നേനല്ല. അതായത് ഇവൻ പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞ് വന്നേനല്ല. പക്ഷെ അങ്ങനെ പറയാത്തോടത്തോളം കാലം നമുക്ക് തോന്നുന്നു ഈ പുള്ളി അവരെ തല്ലിയിട്ടുണ്ട് ആ ഒരു ടൈമിനകത്ത്. അപ്പൊ അങ്ങനെ തല്ലിയിട്ടുണ്ട്, എന്നിട്ടാണ് ഈ വന്നിട്ട് ഉപദേശവും അതേപോലെ തന്നെ മോട്ടിവേഷനൊക്കെ ഇവിടെ നിന്ന് അടിച്ചിട്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പൈസ കൊടുത്താലും കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ട്. കുടുംബം, നമ്മുടെ സന്തോഷം, ഇത് എത്ര രൂപ കൊടുത്താലും നമുക്കത് കിട്ടത്തില്ല. നമുക്ക് ഇപ്പം കുറച്ച് പൈസ തരാം, എനിക്ക് സന്തോഷം താന്ന് പറയാൻ പറ്റുമോ? വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സന്തോഷം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. ആ സന്തോഷം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, വിഷമങ്ങൾ വരുമ്പോൾ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ കരയുക. അത്ര സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ലക്കി. നേരത്തെയൊക്കെ കൊച്ചു രാവിലെ എണീച്ച് ചിരിച്ചോണ്ടാണ് എണീച്ച് വരുന്നത്. അടുക്കളയിൽ വന്ന് എന്നെ ഒരു 2 അടിയൊക്കെ അടിച്ച് രാവിലെ അമ്മയെ കാണും, അമ്മയുടെ പിന്നെ കൈക്ക് പോയി 2 അടി അടിക്കും, ചള്ളക്ക് ഒരു പിച്ചൊക്കെ പിച്ചി ഒന്ന് നുള്ളി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് എന്റെ ആ ഒരു ഫൺ ക്യാരക്ടർ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ട കേസ്, ഞാൻ പോലും അത് അറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ കൊച്ചുവിന്റെ ഫൺ ക്യാരക്ടർ എവിടെയോ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഫണ്ണൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. അതെന്തായാലും നഷ്ടപ്പെട്ടു തൊരികയാണെങ്കിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു ടൈമിനകത്ത് ഫണ്ണ് കാരണം അവിടെ ഗർഭിണി കരഞ്ഞു വിളിച്ച് വീഡിയോ, അതേപോലെ തന്നെ പ്രവീണിന്റെ ഒരു വീഡിയോ, അതൊക്കെ ഈ കൊച്ചുവിന്റെ ഒരു ഫണ്ണ് കാരണമായിട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ ഒരു ഫണ്ണ് എന്തായാലും കുറഞ്ഞത് ഒരു കണക്കിന് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ രാവിലെ വരുമ്പോ ഇങ്ങനെ കാര്യമില്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ അത് ഞാൻ പോലും അറിയുന്നില്ല. എന്റെ ക്യാരക്ടർ മാറുന്നത് എനിക്കറിയില്ല. മനുഷ്യന്മാർ
മനുഷ്യന്മാർ അങ്ങനെയാണ്. നമ്മളെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മാറും. പല കാര്യങ്ങൾ എന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്റെ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പഴയ പോലെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി, ഒരുപാട് മാറിപ്പോയി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കും. ഞാൻ സംസാരിച്ച് തുടങ്ങിയത് ചടങ്ങത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ മാറി എന്നാണ് പറയുന്നത്. മാറിയെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം ഇനിയെങ്കിലും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാണ്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഏതൊരു കുടുംബത്തിനകത്താണെങ്കിലും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഇത്രയും എക്സ്ട്രീമും അതേപോലെ തന്നെ ഇത്രയും എക്സ്ട്രീമൊന്നും അല്ല. ഇപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ ഇപ്പൊ ഈ മറ്റേ സ്വത്ത് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മിക്ക വീടുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ വിഷയമാണെന്നാണ് തോന്നുന്നത്. ഇവരൊരു ആള് പറയുന്നു ഈ ചാനലൊക്കെ നീ എടുത്തോ എന്ന് പറയുന്നു, മറ്റാളപ്പ വേണ്ട നീ എടുത്തോ എന്നുള്ള രീതിക്ക് അങ്ങനെ ഇവിടെ തമ്മിലുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം പറഞ്ഞതാണ് അത് കണ്ടതിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ അങ്ങനെ ഒരാളിപ്പോ വീട് മാറി പോകുന്നു, ഈ പ്രവീൺ എന്ന് പറഞ്ഞ പുള്ളി വീട് മാറി പോകുന്നു. ഇപ്പൊ കൊച്ചുമാണ് ഇവ വീട്ടുകാരുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇവരെ കമന്റ് ബോക്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കമന്റ് ബോക്സ് നല്ല രസം കേട്ടോ. അപ്പൊ കമന്റ് ബോക്സ് ഒന്ന് ആദ്യം വായിക്കാം. സംസാരത്തിലൊക്കെ അവരെ മിസ് ചെയ്യുന്ന പോലെ, പക്ഷെ അവർക്ക് അങ്ങനെ ഉണ്ടെന്നും തോന്നുന്നില്ല. അപ്പൊ ഈ അവരുടെ വീഡിയോനകത്ത്, അതായത് പ്രവീണിന്റെ വീഡിയോനകത്ത് അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവരെ അമ്മാതിരി അടി അടിച്ചെന്നൊക്കെയുള്ള. പിന്നെ അങ്ങനെ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് ഇവരെ മിസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ഇവരിപ്പോ ഭയങ്കര മിസ് ചെയ്തൊക്കെ ഈ പറയുന്നതിനകത്ത് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട്, എത്രത്തോളം അഭിനയമാണ്, ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും ഇപ്പോഴും ഇവരൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇവരുടെ ലൈഫിനകത്ത് ഇവർ കാണിക്കുന്നതിനകത്ത് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യമാണ് ഭൂരിഭാഗവും പറയുന്നത്. കാര്യം അവരാണല്ലോ അവരുടെ ജീവിതം കൂടുതലും ഈ ആൾക്കാരെയൊക്കെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇതൊന്നും അല്ല ഇവരുടെ റിയൽ ലൈഫ്. ഇവരുടെ റിയൽ ലൈഫാണ് അന്ന് പുറത്ത് വന്നത്. അപ്പൊ അങ്ങനെ അത്രയും കൊടൂരമായിട്ടുള്ള റിയൽ ലൈഫുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് എനിക്ക് അഭിനയമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും അങ്ങനെ തോന്നുന്നത്. ഇനിയിപ്പോൾ വേറൊരു കമന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ ചിരിച്ചും കളിച്ചും വീഡിയോ ഇടുന്നുണ്ടെങ്കിലും നല്ലവണ്ണം നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്. അപ്പൊ ഈ സങ്കടം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അവരുടെ മുഖം കണ്ടിട്ടായിരിക്കുമല്ല പറയുന്നത്, അവർ ഈ വീഡിയോനകത്ത് വന്ന് കണിക്കുന്നത് കണ്ടിട്ടായിരിക്കും പറയുന്നത്. ഇത് അഭിനയമല്ലാന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ഇവരുടെ റിയൽ ലൈഫ് എന്താണ്, ഇവരെങ്ങനെയൊക്കെയാണ് ഇവരുടെ റിയൽ ലൈഫിനകത്ത്, ഇതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയും ആൾക്കാർ ഇവർ വിശ്വസിക്കുന്നത്, അവര് പറയുന്നതിന് ജെന്യുവിനായിട്ട് കാണുന്നു എന്നൊക്കെ കാണുമ്പോൾ പിന്നെ ഇവര് കമന്റ് ബോക്സിനകത്ത് ഭൂരിഭാഗം പോസിറ്റീവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അത്രത്തോളം ആൾക്കാർ ഇപ്പോഴും മണ്ടന്മാരായിട്ട് ഇതെല്ലാം കണ്ട് ഇതൊക്കെ റിയൽ ആണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. എനിക്കിതൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഇതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കട്ടോ. ഞാൻ പറയുന്നതിനകത്ത് വിയോജിപ്പുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടോ. അപ്പൊ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ എനിക്ക് അത്ര അതിനകത്ത് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബിസി.